ഇപ്പോൾ റമദാൻ മാസമാണ്, പുണ്യമാസമാണ് തീർച്ചയായിട്ടും. പക്ഷെ ഈ ഒരു ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കുംഭമേളയ്ക്ക് എതിരെ വലിയ ചൊറി, ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കണം. പക്ഷെ റമദാനെ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നിനെ കയറ്റി ഒന്നിനെ പുകഴ്ത്തണം എന്നുള്ളതല്ല. പക്ഷെ അങ്ങനത്തെ ഇരട്ടത്താപ്പ് വരും. റമദാന്റെ കാര്യം വരുമ്പോൾ ഒരു നീതി, കുംഭമേളയുടെ കാര്യം വരുമ്പോൾ വേറൊരു നീതി. എങ്ങനെ നോക്കിക്കാണും? യെസ്, നല്ലൊരു ചോദ്യമാണ്. എന്തായാലും ഇങ്ങനെയൊരു വിഷയം ഇവിടെ വരും എന്നും നമുക്കറിയാം. ഇതിനി കൂടുതൽ ഇതേപോലെ തന്നെ ചൂട് പിടിച്ച ചോദ്യങ്ങളായിട്ടും ചർച്ചയായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അതിപ്പോൾ ഈ ഒരു റമദാൻ്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ ഹജ്ജ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണാറുണ്ട്. എന്താണ്, ആളുകൾ അവിടെ തടിച്ചു കൂടുന്നതിനെക്കുറിച്ച്, ഇവിടുന്ന് പോകുന്നതിനെക്കുറിച്ച്, ഇവിടെ ഹജ്ജ് ഹൗസിൽ നടക്കുന്ന വിരുന്നുകളെക്കുറിച്ച്, അവിടെ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, അതിന് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതിലൊക്കെ കേരളത്തിൻ്റെയൊക്കെ മന്ത്രിമാരാണെങ്കിലും വലിയ താല്പര്യം കാണിക്കുകയും അതിൽ എഫേർട്ട് എടുക്കുന്നത് അവരുടെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് വിലയിരുത്താൻ വരെ കാരണമാകുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കാണുമ്പോൾ, ഹജ്ജ് എന്ന് പറയുന്ന ഒരു ചടങ്ങും ആ ഒരു സമ്മേളനവും അതൊരു വലിയ സംഭവവും അത് നല്ലതും, ഇപ്പുറത്ത് വേറൊരു സംഗതി ഇപ്പുറത്ത് നടക്കുമ്പോൾ അത് വലിയ മോശമായൊരു സാധനമായിട്ട് ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിന് കുറേ കാരണങ്ങൾ പറയുന്നു. അവിടെ പോയി ഗംഗയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈവൻ ഹജ്ജിലും പ്രശ്നമുണ്ട്. ഹജ്ജിലൊക്കെ കാലങ്ങളായിട്ട് അവിടുത്തെ ഈ എന്താണ് വിശുദ്ധ വെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്ന സംസം വെള്ളം കുടിച്ചിട്ട് കോളർ പിടിച്ചിട്ട് മരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മതം ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അത് ഏത് മതം ചെയ്താലും എതിർക്കുക എന്നുള്ളതാണ് നമ്മളുടെ രീതി. പക്ഷേ ഇവിടെ കാണുന്ന അതല്ല. ഒരു മതം ചെയ്യുമ്പോൾ അത് വലിയ മോശവും, ഇപ്പുറത്ത് വേറൊരു മതം ചെയ്യുമ്പോൾ അത് വലിയ സംഭവമായിട്ട് മാറുന്നു. ഇനിയിപ്പോൾ നോമ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നോമ്പിൽ കുട്ടികളെ കൊണ്ട് വരെ നോമ്പെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ശൂലം കുട്ടികളുടെ മേത്ത് കുത്തി ഇറക്കുമ്പോൾ, അതല്ലെങ്കിൽ അവരെ കൊണ്ട് ഗരുഡൻ തൂക്കം നടത്തുമ്പോൾ, അല്ലെങ്കിൽ തീയുടെ മുകളിൽ കൂടെ നടത്തുമ്പോൾ, അതൊക്കെ നമ്മൾ വലിയ തോതിൽ എതിർക്കും. ഞാൻ പറയുന്നു അതിനേക്കാൾ അപകടമാണ് ഈ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം അത് ഇപ്പോൾ തീയുടെ മുകളിൽ കൂടെ നടത്തുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാനും ചില കുട്ടികളെ നടത്തുന്നുള്ളൂ. അതല്ലെങ്കിൽ ശൂലം കുത്തി ഇറക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം കുട്ടികൾ എടുക്കുന്ന പോലെ നമ്മൾ ഹിന്ദു കുട്ടികൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളുടെ കവിളിൽ കൂടെ ശൂലം കുത്തി ഇറക്കുന്നുണ്ട്. എന്നാലും അത് പാടില്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ നോമ്പെടുക്കുന്ന ഒരു വേളയിൽ ചെറിയ കുട്ടികളെ വീട്ടിൽ, അത് എല്ലാ മുസ്ലിം വീട്ടിലും ഓൾമോസ്റ്റ് ഒരു 50% മുസ്ലിം വീടുകളിൽ നടക്കുന്ന കാര്യമാണ് കുട്ടികളെ കൊണ്ട് നോമ്പെടുക്കുക എന്ന് പറയുന്നൊരു വിഷയം. പ്രത്യേകിച്ച് ഈ വേനലിലൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അപകടം അത് ചെറുതല്ല. അപ്പോൾ അത് നമ്മൾ പറയണ്ടേ, അത് നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത് അതൊരു ബാലപീഡനമാണ് എന്ന് പോലും കാണാൻ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല. കുട്ടികളുടെ ചേലാകർമ്മം അത് മറ്റൊരു വിഷയമാണ്. കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അഗ്നിയുടെ മുകളിൽ കൂടെ നടത്തി പരിക്ക് പറ്റുന്നതും, അതല്ലെങ്കിൽ ശൂലം കുത്തി ഇറക്കിയിട്ട് പരിക്ക് പറ്റുന്നതും കാണുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. അതേസമയം ഈ ചേലാകർമ്മം നടത്തിയിട്ട് കുട്ടികൾ മരിച്ചു പോകുന്നു. ഇപ്പം നമ്മളൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് 69 ദിവസം പ്രായമായൊരു കുട്ടിയാണ്, ആൺകുട്ടിയാണ് ചേലാകർമ്മത്തിനൊടുവിൽ കൊല്ലപ്പെട്ടത്. അത് കൊന്നത് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അത് ചെയ്തത് ഡോക്ടർമാർ പോലുമല്ല, ഒസാം വന്ന് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിവിടെ നടക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്ന കാര്യമല്ല, കഴിഞ്ഞ വർഷം നടന്ന കാര്യമായി പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെ കോടതിയിൽ പോകുക, അത് നിരോധിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതിനെതിരെ ശബ്ദം ഉയർത്തണ്ടേ? ഇത് ശരിയല്ല എന്ന് നമ്മൾ പറയണ്ടേ? അത് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ പോട്ടെ, നിങ്ങൾക്കത് സാധിക്കാത്തതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഇത് പറയുന്നത് എന്തിനാണ്? അപ്പോൾ നിങ്ങൾക്ക് സാധിക്കായ്മയല്ല, നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് നിങ്ങളുടെ പ്രശ്നം. വേറെ ചില മതങ്ങൾ കാണിക്കുമ്പോൾ അത് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശബ്ദമുണ്ട്, നാക്ക് വഴങ്ങുന്ന ആളുകളാണ്. പക്ഷേ ഈ മതത്തിൻ്റെ വിഷയം വരുമ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് അത് വ്യക്തമാണ്. അത് കൂടുതൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്യുക. മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസം വലിയ തോതിൽ പൊക്കി പിടിക്കാനും അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാനും, അത് കൂടുതൽ അതിൻ്റെ പേരിലുള്ള ചർച്ചകൾ നടക്കാനും പോളറൈസേഷൻ നടക്കാനൊക്കെ വഴിവെക്കുകയാണ് ചെയ്യുക. യെസ്, അത് മാത്രമല്ല, ഈ ഹജ്ജിന് പോയി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. അവിടെ ഈ ഒരുപക്ഷെ ഈ അബ്യൂസിലേക്ക് ആ വാക്കാണോ ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ശാരീരികമായി അങ്ങനെ ഒരു കയ്യേറ്റമോ അങ്ങനെ ഒരു ഇതൊക്കെ നടക്കുന്നതായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ട്. പരാതി പലരും അടിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെ കണ്ടു. തീർച്ചയായിട്ടും അത് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വിഷയമാണ്. അതായത് മോസ്ക് മീ ടു എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ തന്നെ, മോസ്ക് മീ ടു. യെസ്, അതാണ് അതിൻ്റെ പേര്. നമ്മളിവിടെ മീ ടു ക്യാമ്പയിൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ടെമ്പിൾ മീറ്റുവോ അല്ലെങ്കിൽ ചർച്ച് മീറ്റുവോ ഇതൊന്നും നമ്മളെവിടെയും കണ്ടിട്ടില്ല.
പക്ഷേ മോസ്ക് മീറ്റ് ഇവിടെ ഉണ്ട്. അത് മോസ്ക് മീറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൽ വ്യത്യാസം. അതെന്താ നടക്കുന്നത്? എന്താ അതിൻ്റെ കാരണം? ഞാൻ പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീ പീഡനം നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളെ കയറി പിടിക്കുന്നതും എല്ലാം ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഹജ്ജ് നടക്കുന്ന 10 ദിവസം, ആ ഒരു 10 ദിവസം നമ്മൾ ലോകത്ത് നടക്കുന്ന മൊത്തം ഇതുപോലെയുള്ള സ്ത്രീ അതിക്രമങ്ങൾ, അതിൻ്റെ ഒരു ഹീറ്റ് മാപ്പ് നമ്മൾ ഉണ്ടാക്കുക എന്ന് വിചാരിക്കാം. ഹീറ്റ് മാപ്പ് ഓഫ് സ്ത്രീ പീഡനം അത് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കടും റെഡ് കളറിൽ ലോകത്തൊരു സ്ഥലം അവിടെ ഉണ്ടാവും. ആ സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന മക്കയായിരിക്കും. അതായത് ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സംഗതികൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ മക്കയിലാണ്. അത് ഈ ഹജ്ജ് നടക്കുന്ന വേളയിലാണ്. അതിൻ്റെ ചുറ്റും നടക്കുന്ന ആ സമയത്ത് നമ്മളിവിടെ കണ്ടു, നമ്മളുടെ ഉസ്താദുമാർ പറയുന്നത് നബീസുമാരുടെ വിഷയത്തിൽ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇതുപോലെ മറ്റേതോ സ്റ്റേറ്റിൽ പോയിട്ട് ഐസ് എറിഞ്ഞ് കളിക്കുന്നത് എന്തോ വലിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അവരൊക്കെ വീടിൻ്റെ മൂലയിൽ ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ ആളുകളാണ് വീട്ടിലിരിക്കുന്ന മൂലയിലിരിക്കുന്ന അമ്മൂമ്മമാരെയും ഉമ്മൂമ്മമാരെയൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ ഉന്തിയും തള്ളി ഹജ്ജിനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇതേപോലെ ഈ സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതും കയറി പിടിക്കാൻ വേണ്ടി അവരെ നിർത്തി കൊടുക്കുന്നതും. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഹൊറൻഡസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസുമായിട്ട് അവർ പിന്നെ ജീവിതകാലം തള്ളി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ചെങ്കിലും ശബ്ദമുയർത്തിയിട്ട് ഇതിനെതിരെ ശബ്ദിച്ചതാരാ? അത് നമ്മളുടെ ഇതുപോലുള്ള ചില യുവതികളാണ് പ്രധാനമായിട്ടും വന്നത്. അതെനിക്ക് തോന്നുന്നു ഈജിപ്തിൽ നിന്നും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ നിവൃത്തികേട് കൊണ്ട് ഇത് പറയേണ്ടി വന്നു. ചില ചിത്രങ്ങളുണ്ട് ഈ ഹജ്ജിൻ്റെ വേളയിൽ ടർക്കിയിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ പുരുഷന്മാർ അവിടെ ഒരു വലയം തീർത്തിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ മുഴുവൻ അതിന് നടുക്ക് നിർത്തിയിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം, ചിത്രമൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ കാരണം? അതായത് അവർ നിൽക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയുന്ന സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. ആ നിൽക്കുന്ന സ്ഥലത്ത് വ്രതശുദ്ധിയും അതുപോലെയുള്ള ഹജ്ജ് പരിശുദ്ധിയും ഒക്കെ വാഴ്ത്തപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് അവർക്ക് അവരുടെ സ്വന്തം സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇതേപോലെ ദൈവത്തിൻ്റെ വലയത്തിനും അപ്പുറം, ദൈവം എന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോവും, അള്ളാഹുവിൻ്റെ വലയത്തിനും അപ്പുറത്തേക്ക് വേറൊരു മനുഷ്യൻ്റെ വലയം കൂടി ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിന് പരം എന്ത് ദുരന്തം വേറെ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് പരം ഒരു അപഹാസ്യമായ ഒരു സ്ഥിതിവിശേഷം വേറെ എന്തോ ഉള്ളത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഇതുപോലെ ഇപ്പോൾ നമ്മളിവിടെ പ്രശ്നം നടക്കുന്നു, കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. കഴിഞ്ഞ ഹജ്ജിന് നമ്മൾ കണ്ടത് എന്താണ്? അവിടെ ചിത്രങ്ങളും വീഡിയോയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താ അത്? അതായത് ഹീറ്റ് വേവ്, അവിടെ 40 ഡിഗ്രിയുടെ മേലെയായിരുന്നു അവിടെ ചൂടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മരിച്ചു വീണിട്ട് അവരുടെ ശവശരീരം പെറുക്കിയെടുക്കാൻ പോലും ആളില്ലാതെ വഴിയിലിങ്ങനെ കിടക്കുക. ഇതിൻ്റെ വീഡിയോ ഇവിടെ പ്രചരിച്ചിരുന്നു. ആളുകൾ പറയുന്നത് എന്താണ് ഇത് ഈ കാണിക്കുന്നത്? ഇങ്ങനെ നമ്മളുടെ ശവശരീരത്തെ ഇതുപോലെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും വീഡിയോ ഇറക്കുകയും അതിൻ്റെ ആ ഒരു ചിത്രം നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം നമുക്കൊക്കെ അറിയാം, ഒരാൾ മരിച്ചു വീണ് കഴിയുമ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചത് ഇങ്ങനെ ചെതറിക്കിടക്കുന്നത് കണ്ടാൽ നമുക്കതെങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷേ ഇത് അതുപോലും കാണാത്ത രീതിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് മരിച്ചു വീണത്. എവിടെയെങ്കിലും അതൊരു പ്രശ്നമായിട്ട് കണ്ടോ? പക്ഷേ ഏതായാലും കുറേ ആളുകളൊക്കെ പറഞ്ഞു സൗദി ഗവൺമെൻറ് ഇത് വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ ഉള്ള പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. പക്ഷേ നമ്മൾ പറയുന്നത് ഇതുപോലെ ഒരു കാലഘട്ടമാണെന്നും ഇങ്ങനെ ഒരു വിപരീതമായ ഒരു കാലാവസ്ഥ ഉള്ളപ്പോൾ ഇങ്ങനെ പോയി നിങ്ങൾ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് വേവ് ഉണ്ടാവുമ്പോൾ അവിടെ നിങ്ങൾക്ക് സൂര്യതാപമേക്കും, നിങ്ങൾ മരിച്ചു വീഴും എന്നുള്ളതിന് റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. 10ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസ് മതി. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട മുൻകരുതൽ എടുത്താൽ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കാം. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഇതേപോലെ മരിച്ചു വീഴുന്നു. ഒരു കാരണവശാലും അവരങ്ങനെ പോയി നിൽക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. അതായത് ഇസ്ലാം വരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന അവിടുത്തെ പാഗൻ ബഹുദൈവ ആരാധകരുടെ ആരാധന അതേപോലെ കോപ്പി അടിച്ചതാണ് ഈ പറയുന്ന ഹജ്ജ് എന്ന് പറയുന്നത്. അത് ജൂതന്മാരുടെയാണ് എല്ലാം കോപ്പി അടിച്ചതെന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. ജൂതന്മാരുടെ മാത്രമൊന്നുമല്ല, സൊറാസ്ട്രിയൻസിൻ്റെയാണ് നിസ്കാരം, സൊറാസ്ട്രിയൻസിൻ്റെയാണ് ബാങ്ക് വിളി, ജൂതന്മാർക്കും ഉണ്ട് ബാങ്ക് വിളി. ഈ പറയുന്ന സൊറാസ്ട്രിയൻസിൻ്റെയാണ് ആകാശത്തേക്ക് പറന്നുപോയ കഥയുള്ളത്. ഇതുപോലെ പാഗൻസിൻ്റെയാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല മതങ്ങളിൽ നിന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു മതമാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം, ആ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉള്ളപ്പോൾ അതെല്ലാം മുന്തിയതാണെന്നും ഇപ്പുറത്തുള്ളത് മാത്രമാണ് മോശമാണെന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷം ശരിയാവില്ല. അപ്പം നമ്മൾ ഇറങ്ങിത്തിരിക്കും, നമ്മൾ പറയും അത് മാത്രമല്ല ഇതും മോശമാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരികയാണ്. നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചിട്ട് ഈ വഴിക്ക് വന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയാം.
യെസ്. ഈ മോസ്ക് മീ ടു ഹാഷ്ടാഗ് അതിൽ വന്നൊരു അനുഭവം ഞാൻ കണ്ടത് നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യരുടെ ഒരു വലയം തീർത്ത് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീകളെ അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന പുരുഷന്മാരുടെ ഒരു വലയം. കാരണം അവിടെ ഈ സുരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് അവന്റെ അതെ. ദുരനുഭവം നേരിട്ട അതെ അങ്ങനെ ഒരു സംഭവം യെസ്. കൂടിയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വാർത്തയാകാത്തത്? ഈ കുംഭമേളയ്ക്കെതിരെ നിരന്തരം ഇങ്ങനെ ആഴ്ചകളോളമായി ഇങ്ങനെ അത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒക്കെ ഇങ്ങനെ കേരള സർ 100% ലിറ്ററസി സർ, പക്ഷേ ചുറ്റും നോക്കിയാൽ ഒരു 10 പേരെങ്കിലും പോയി കുളിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ വരെ ഇതാണ് അവസ്ഥയെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകർ വരെ പറഞ്ഞ് ചൊറി തീർക്കുന്നത്. അതിനെ ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹജ്ജിൻ്റെ കണക്കെടുക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോയ സംസ്ഥാനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കുംഭമേളയിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു, കേരളത്തിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ RSS വളരുന്നു, ഇവിടെ ഹിന്ദുത്വ ഭീകരവാദികൾ വളരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന അതേ ലോജിക്ക് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോകുന്നത് കേരളത്തിൽ നിന്നാണെന്ന് വരുമ്പോൾ കേരളത്തിൽ ഈ ജിഹാദിസം വളരുന്നു, തീവ്രവാദികളും കേരളത്തിൽ വളരുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ അത് പറ്റൂല എന്ന് പറയാൻ നിൽക്കരുത്. അതേ നമ്മൾ പറയുന്നുള്ളൂ. എന്തിനാണ് ഇതുപോലുള്ള പേട്ടുവാദങ്ങളായിട്ട് വരുന്നതെന്ന് ഞാൻ ചോദിക്കണം. വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ പലതും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ നിരീശ്വരവാദികളായിട്ട് കൃത്യമായിട്ട് പറയൂ, ഇത് മണ്ടത്തരമാണ്, ഇത് അന്ധവിശ്വാസമാണ്, ഇതിലൊന്നും പോയി ചാടരുത് എന്ന് നമ്മൾ പറയണ പോലെ നിങ്ങൾ പറയുക. അതല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് ഇതിനകത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തെ കുതിത്തിരിപ്പുണ്ടാക്കുന്ന ഈ തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തെ നമ്മൾ മാധ്യമ പ്രവർത്തനം എന്ന് നമ്മൾ വിളിക്കില്ല. അതിന് വേറെ എന്തെങ്കിലും പ്രവർത്തനം എന്ന് വിളിച്ചാൽ മതി. അതേ നമ്മൾ പറയുന്നത് കുത്തിത്തിരിപ്പ് പ്രവർത്തനം അങ്ങനെ വല്ലതും വിളിക്കായിരിക്കും. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കുംഭമേളയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇവിടെ ഹിന്ദുത്വ വളരുന്നു എന്ന് പറയാൻ സാധിക്കുന്ന പോലെ ഇവിടെ ഹജ്ജിന് പോകുന്ന ആളുകളുടെ എണ്ണം വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം ഉള്ളത് കേരളത്തിലാണ്. അത് തന്നെ മതി, നിങ്ങൾ തന്നെയാണ് അതിനുള്ള കാരണം ഇട്ട് തരുന്നത്. അപ്പോൾ ഇതുമാതിരിയുള്ള സാധനമൊന്നും നമ്മളിവിടെ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇതൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഇത് സമൂഹത്തിൽ സത്യത്തിൽ ഈ വേർതിരിവിനും ഈ പോളറൈസേഷനും കൂടുതൽ വഴിവെക്കല്ലേ ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പറ്റണ പണിയെടുത്താൽ പോരെ എന്നാണ്. താങ്ക് യു. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.